പണിയപ്പോ കഴിഞ്ഞല്ലേ? 500ാമത്തെ ലാസ്റ്റത്തെ ബാച്ച് കരിമീനാണ്. ലാസ്റ്റ് ബാച്ച് കരിമീനുകളാണ് ഈ കിടക്കുന്നത്. ഇത് എത്ര ഉണ്ട്? ഇപ്പൊ ഇത് 112 ലാസ്റ്റത്തെ ബാച്ച്. ലാസ്റ്റത്തെ കരിമീൻ 112 കരിമീനാണ് ഈ വീണത്. അപ്പോൾ ഈ പെട്ടി നിറയുള്ളത് 500 കരിമീനാണ്. 500 എണ്ണം. എല്ലാവർക്കും നമ്മുടെ കരിമീൻ ചത്ര പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അതായത് നമുക്കിന്നൊരു 500 കരിമീൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഒരു കാറ്ററിംഗ് ടീമിൻ്റെ ഓർഡറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് ഈ കാണുന്ന സൈസ് വരുന്ന 500 കരിമീനെ നമ്മളിന്ന് നമ്മുടെ ടീം ടോമീസ് ഫിഷപ്പിൻ്റെ ടീമുകൾ എല്ലാവരും കൂടിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. കഴിഞ്ഞ ആഴ്ച നമുക്കൊരു 1000 കരിമീൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ ക്ഷീണവും തീർക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ പൊളപ്പനാക്കാൻ പോകണേട്ടോ. നമ്മൾ അത്രയും കത്തി മാത്രം ഇപ്പോൾ മതി. നമ്മളിപ്പോൾ ചെത്തിയിടും. അതായത് വെട്ടലുണ്ടല്ലേ, വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ? ഇപ്പം എടുത്തെടുക്കുക. അപ്പോൾ കരിമീൻ ചെത്താനായിട്ട് നമ്മുടെ അമ്പാടി ട്രെയിൽ അടിക്കുന്ന സീനാണിത്. അപ്പോൾ കുറച്ച് കരിമീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 കരിമീൻ ആദ്യമായിട്ട് നമ്മുടെ അമ്പാടി ചെത്തി നോക്കാൻ പോണേണ്. വേറെ വെട്ടുകാരുണ്ടാവും വീട്ടില്. അതല്ലെങ്കിലും നമുക്ക് തിരക്കലാണ്ട് ഇട്ട് പോകും. നമുക്ക് ക്ലീൻ ആയിട്ട് ചെയ്യണം. മുള്ളും കൂടെ വെട്ടിട്ട് മിക്കവാറും മുള്ളൊക്കെ വെട്ടിട്ടാണ് വെട്ടാറ്. മുള്ളു വെട്ടിയത് പക്ഷേ ഏറ്റവും എളുപ്പം മുള്ളു വെട്ടണേക്കാൾ മുമ്പ് ചെത്തണല്ലേ? രണ്ടും ചെയ്യാം. മുള്ളു വെട്ടിട്ടാണെങ്കിൽ മുള്ളു വെട്ടി കുറവ് വെച്ചിട്ട് ചെയ്യാനുണ്ട്. പിന്നെ മുള്ളു വെട്ടാണ്ട് ഇതേപോലെ ചെയ്യാനും പറ്റും. ഏറ്റവും നല്ലത് ഇങ്ങനെ ആകുമ്പോൾ ഒറ്റയടിക്ക് പരിപാടി അവസാനിക്കും. ചെത്ത് കഴിഞ്ഞിട്ട് നേരെ വെട്ടാന്ന് പറഞ്ഞാൽ ആ പരിപാടി മൊത്തം കഴിയും. ഞാൻ 5 കരിമീൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 6 സെക്കൻഡ് ആയിട്ടുള്ളൂ. നമ്മളിന്നിവിടെ എടുത്തേക്കുന്ന കരിമീൻ്റെ വലിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോയിൽ 6 പീസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതായത് 6 കരിമീൻ മാത്രമേ 1 കിലോയിൽ ഉണ്ടാവത്തുള്ളൂ. അങ്ങനത്തെ 500 പീസാണ് എടുത്തേക്കുന്നത്. അതായത് 500 പീസ് എന്ന് പറയുമ്പോൾ 82 കിലോ കരിമീനാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഇപ്പോൾ. കൂടാതെ നമ്മുടെ കസ്റ്റമറിൻ്റെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, എല്ലാ കരിമീനും ഒരേ സൈസ് ആയിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ഇപ്പോൾ കാറ്ററിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു വർക്കിനെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു സൈസ് വരുന്ന കരിമീനെ തന്നെ 500 എണ്ണം എടുക്കാനായിട്ട് നമ്മൾ ഇപ്പം ഇന്ന് എടുത്തേക്കുന്നത്. സിമ്പിൾ പരിപാടിയുണ്ട്, ഇത്രയുള്ള പരിപാടി. പക്ഷേ കാറ്ററിംഗ് മോളാണ്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ടുള്ളൂ. മറ്റേ വേറെ ടൈപ്പ് കിട്ടും. ആവശ്യത്തിന് വേറെ ടൈപ്പ് ചൂണ്ട് നിർത്തണം. കാറ്ററിംഗിന്റെ ഇതിനൊരു ചൂണ്ട് നിർത്തണം. കാണുമ്പോൾ ഒരു ഭംഗി വാലി നമ്മൾ കുറച്ച് ലെവലേ ഉള്ളൂ. ഇങ്ങനെ ലെവലേ ഉള്ളൂ. അപ്പോൾ മീൻ ഷോ ആയിട്ട് തോന്നുന്നു. ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ, ഒരു ഷോ വേണം. അതുകൊണ്ട് ഇത് കാറ്ററിങ്ങിൻ്റെ പരിപാടിക്ക് ആയതുകൊണ്ട് നമ്മൾ ഇത്തിരി ഭംഗിയിലാണ് ചെയ്യണത്. വീട്ടിലാവശ്യത്തിനൊക്കെ ആകുമ്പോൾ ചിലർക്ക് കണ്ണും കാര്യങ്ങളൊന്നും പറ്റൂല, ചിലർക്ക് പറ്റില്ല. അപ്പോൾ അതൊക്കെ വെട്ടിക്കളയാറുണ്ട് സാധാരണ രീതിയിൽ. ഇതിപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഭംഗി കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. വല്ല ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ വിളിച്ചോട്ടാ. ടോമീസ് ഫിഷപ്പിൽ വിളിച്ചാൽ നമുക്ക് ഓർഡറൊക്കെ ഇത് കൊടുക്കുന്നതായിരിക്കും. എന്തോരം കരിമീനും എന്തോ മീനായാലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ 500 നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു കിളി 1000 പീസ് കിളി ഉണ്ടായിരുന്നു. 35 ലക്ഷം ചെമ്മീനുകളുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഭംഗിയായിട്ട് കൊടുത്തു. എല്ലാം ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലര് ചെതമ്പിൽ കുത്തിയെടുക്കാറില്ലേ? ചെതമ്പിൽ കുത്തിയെടുക്കണത് വൃത്തി ഉണ്ടാവില്ല മീൻ. ടേസ്റ്റ് അതായിരിക്കും പറഞ്ഞു. പക്ഷെ നമുക്കത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് തൃപ്തിയാണ്. കാരണം മീൻ നല്ല ഫിനിഷിംഗ് ആയി ചെത്തിപ്പോണം. പക്ഷെ മാംസം പോണില്ലല്ലോ വന്ന്. മാംസം പോകാത്ത പരിപാടിയാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. മാംസം പോണില്ല. മറ്റേത് കാണുമ്പോ ഒരു കാണാൻ കറുത്തിരിക്കും. കുത്തി ചില ആൾക്കാർ ഉലിക്കുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർക്ക് ഉലിച്ചിരുന്നു. പക്ഷെ ഉലിക്കുന്നതിന് നല്ല കാര്യം നമുക്ക് ഇങ്ങനെ ചെത്തി കൊടുക്കണമല്ലോ. ഒരു തരി മാംസം പോവാണ്ടാണ്ട് ചെത്തുന്നത് കണ്ട ആയിക്കോട്ടെ. കണ്ട ഒരു തരി പോലും മാംസം അതിൽ കത്തിയുമിരിക്കൂല, ചെതുമ്പല് മാത്രം പോവുള്ളൂ.
അപ്പോൾ അതേ നമ്മുടെ കരിമീൻ ചെത്തുന്ന പരിപാടിയിലോട്ട് നമ്മുടെ ചാക്കപ്പച്ചേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ 500 കരിമീൻ ചെത്തണമെങ്കിൽ നമുക്ക് ഒരാളെ കൊണ്ട് പറ്റാത്ത ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ചാക്കപ്പച്ചേട്ടനുണ്ട്, സീതമ്മ ചേച്ചിയുണ്ട്, അമ്പാടിയുണ്ട്, പിന്നെ സിദ്ധിനുണ്ട് കേട്ടോ നമ്മുടെ കരിമീൻ ചെത്താനായിട്ട്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കരിമീൻ ക്ലീൻ ചെയ്തിരിക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ പലരും പല നാടുകളിലും കരിമീൻ്റെ സ്കിന്ന് ഉരിച്ചെടുക്കാറുണ്ട്, അല്ലെങ്കിൽ ചെതുമ്പിൽ കുത്തി കളയാറുണ്ട്. പക്ഷേ ഇപ്പോൾ കാറ്ററിങ്ങിൻ്റെ വർക്കൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടി ഭംഗിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെതുമ്പിൽ ചെത്തിയെടുക്കുന്നത്. കാറ്ററിങ്ങിൻ്റെ വർക്ക് മാത്രമല്ല, നമ്മുടെ കടയിൽ നിന്ന് കരിമീൻ വാങ്ങിക്കുന്നവർക്ക് ചെത്തിയാണ്ട് കൊടുക്കാറുള്ളത് ഇങ്ങനെ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കരിമീൻ ചെത്തുന്നത് പലരും പല ടൈപ്പിലാണ്. ചിലർ ആദ്യം മുള്ളു വെട്ടിക്കളും, ചിലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെതുമ്പിൽ ചെത്തി കളഞ്ഞതിന് ശേഷമായിരിക്കും മുള്ളു വെട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ സീതം ചേച്ചി ക്ലീൻ ചെയ്തെടുക്കുന്ന വിധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മുള്ളെല്ലാം വെട്ടിക്കളഞ്ഞതിന് ശേഷമുണ്ട് ചെത്തുന്നത്. നമ്മുടെ സീതമ്മ ചേച്ചിയും അമ്പാടിയും സിദ്ധിനും ചാക്കോച്ചേട്ടനും കൂടി ചെത്തിക്കൊണ്ടിരിക്കുന്ന ഈ കരിമീൻ്റെ ബാച്ച് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ബാച്ചാണ് 500 എണ്ണത്തിൽ. ഇനി ഈ ഒരു സെറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 500 കരിമീൻ ക്ലീൻ ചെയ്തെടുക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുള്ളൂ അല്ലേ? ഇങ്ങനെ കിട്ടുള്ളൂ. അങ്ങനെ ഇങ്ങനെ ടീമുണ്ടെന്ന് ഇപ്പൊ കഴിഞ്ഞല്ലേ? 500ാമത്തെ ലാസ്റ്റത്തെ ബാച്ച് കരിമീനാണ്. ലാസ്റ്റ് ബാച്ച് കരിമീനുകളാണ് ഈ കിടക്കുന്നത്. ഇത് എത്ര ഉണ്ട്? ഇപ്പൊ ഇത് 112 എണ്ണം ലാസ്റ്റത്തെ ബാച്ച്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതല്ലല്ല ഇപ്പൊ ചെയ്തത്. ഫസ്റ്റ് അത് കണ്ടോ കട്ട് ചെയ്തു. അമ്പാടി വിട്ട് ചാക്കോച്ചേട്ടൻ വിട്ട്. ലാസ്റ്റത്തെ 2 കരിമീനാണ് ചാക്കോച്ചേട്ടൻ്റെ കയ്യിലും അമ്പാടിയുടെ കയ്യിലും. കഴിഞ്ഞു പരിപാടി കഴിഞ്ഞ്. 500 കരിമീത്തിന്റെ ഓർഡർ ഒന്നിച്ചോളാളിപ്പളല്ലേ? ലാസ്റ്റത്തെ കരിമീൻ 112 കരിമീനാണ് ഈ വീണത്. അപ്പോൾ ഈ പെട്ടി നിറയുള്ളത് 500 കരിമീനാണ്. 500 എണ്ണം. ഓക്കെ, 500 കരിമീനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞ്
അപ്പോൾ നമ്മൾ 500 കരിമീനും ചെത്തി ക്ലീൻ ചെയ്ത് വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഈ പെട്ടിയിലുണ്ടാവും സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകിട്ട് വന്നിട്ടാണ് നമ്മുടെ ടീം വന്നിട്ട് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പോണത്. അപ്പോൾ അതേ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ പരിപാടിയും ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവർ വന്നാൽ മാത്രം മതി കേട്ടോ. ഒരേ സൈസുള്ള കരിമീനാണ് കേട്ടോ, ഒരേ വലിപ്പമുള്ള, ആർക്കും ഒരു വിഷമം പാടില്ല. അപ്പത്തിരിക്കണ വലിയ കരിമീൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആരും പറയൊന്നുമില്ല. ആർക്കും ഒരു പരാതി ഉണ്ടാവാത്ത വിധത്തിൽ എല്ലാവർക്കും ഒരേ സൈസിലുള്ള കരിമീൻ. അപ്പോൾ 500 കരിമീൻ ചെത്തുന്ന ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ട. അപ്പോൾ നമ്മളിത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 4 തെർമോക്കോൾ ബോക്സിലാക്കിയിട്ടാണ് നമ്മളിതിനെ അവർക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓരോ ബോക്സിലും 125 പീസ് വെച്ചിട്ട് 125 കരിമീൻ ഐസ് പാക്ക് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ടുണ്ട്, അവർക്ക് എടുത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും താങ്ക്സ് പറയുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് പിന്നെയും കാണാം കേട്ടോ.